ഞാൻ ഇന്നലെയൊക്കെ അറിയുന്നത് എനിക്ക് അനുകൂലമായിട്ട് പറയുന്നവരെ അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നവരെയൊക്കെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി ഞങ്ങൾക്ക് വിഷയം എനിക്കറിയില്ല. നിങ്ങൾ പിന്നെ എൻ്റെ മാത്രം, ഞാൻ മാത്രമല്ലല്ലോ നിങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾ മീഡിയാസിന് മുന്നിൽ ഒരുപാട് സെലിബ്രിറ്റികളും ഒരുപാട് ആൾക്കാർ സാധാരണക്കാരും ഒക്കെ നിൽക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തിനാ പ്രശ്നം? നിങ്ങൾ എൻ്റെ മാത്രം ആളല്ലോ. മീഡിയ എന്നല്ല എൻ്റെ മാത്രം സ്വത്തല്ലല്ലോ കേരളത്തിലുള്ള മീഡിയ, എല്ലാവരുടെയും കൂടെ അല്ലേ. എൻ്റെ ഫ്രണ്ടാണല്ലോ ജാസിയുടെ സർജറി ഒക്കെ ഉണ്ട്. ഒരുപാട് വിമർശനങ്ങളൊക്കെ കേൾക്കുന്നു ഈ പറഞ്ഞ പോലെ. എന്താ അത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറേ ആൾക്കാർ ഇങ്ങനെ എന്നെ വിമർശിക്കുന്നില്ല ഒരുതരം ആൾക്കാർ. അതുപോലെ ജാസി എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഉള്ളിലെ ആ ഒരു എന്താ പറയുക, ആ ഒരു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എനിക്ക് എൻ്റെ ഫ്രണ്ടാണ് അവളെൻ്റെ ഫ്രണ്ടാണ്, നല്ല കൂട്ടുകാരിയാണ്. അപ്പം എനിക്ക് അവളുടെ അടുത്ത് സപ്പോർട്ടേ ഉള്ളൂ. എന്തായാലും സപ്പോർട്ടേ ഞാൻ. അത് ഞാൻ അന്നാണ് അറിയുന്നത്. അപ്പോൾ അവിടെ വെച്ച് അറിയുന്നത് ഏതാ നമ്മുടെ തൃപ്രയാർ വന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്, ഞാൻ അറിയുന്നത്. അപ്പം ഞാനോർത്ത് തമാശ പറയുന്നതായിരിക്കും, ഞാൻ ചിരിച്ചു, അത്രേ ഉള്ളൂ. അല്ല അതിനെപ്പറ്റി അതിന് മുന്നേ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ രണ്ടും, ഞാനും ജാസി അങ്ങനെ അധികം ഫോണിലൊന്നും സംസാരിക്കുന്നില്ല. എൻ്റെ മാനേജർ കരിഷ്മയുടെ കൂട്ടുകാരിയാണ്, അങ്ങനെയാണ് കോൺടാക്ട് ഉള്ളത്. അപ്പം ജാസിക്ക് എന്നോട് നല്ല സ്നേഹമാണ്, എനിക്ക് അവളോടും നല്ല സ്നേഹമാണ്. ഫോൺ വിളിക്കാറുണ്ട് വല്ലപ്പോഴും. കഴിഞ്ഞിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ഒരു രാത്രി വിളിച്ചിട്ട് ഒന്ന് അത്യാവശ്യം ഫോൺ എടുക്കാൻ ഷൂട്ടിലാണ്, തിരക്കാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി. അപ്പം നല്ല സ്നേഹം കേട്ടോ, വോയിസ് അയച്ചു. ചേച്ചി ഞാൻ സുധിച്ചാൻ്റെ സ്വപ്നം കണ്ടു, അതൊന്ന് പറയാൻ വിളിച്ചായിരുന്നു. അത് പറയാൻ വിളിച്ചായിരുന്നു. അപ്പം അത്ര നല്ല കൂട്ടാണ്, സ്നേഹമാണ്. അവർ ഓരോ പേഴ്സണൽ കാര്യമല്ലേ അതൊക്കെ. ഇപ്പം എന്നെ കുറ്റം പറയുന്നവർ ഞാൻ ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത കാര്യത്തിന് ചെയ്ത കാര്യത്തിന് എല്ലാം കേൾക്കുന്നില്ല. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അഭിനയിക്കുന്നു, ഞാൻ കുടുംബം നോക്കും, അതിനെന്തൊക്കെയാണ് എന്നെ പറയുന്നത്. അപ്പം ജാസിയുടെ ഇഷ്ടത്തിന് ഓപ്പറേഷൻ ചെയ്യും അല്ലേ, അതിനിപ്പോൾ മറ്റുള്ളവർ വിമർശിച്ചിട്ട് എന്ത് കാര്യം? പക്ഷെ അതിന് മുന്നേ ഈ ജാസി ഞാൻ പ്രഗ്നന്റ് ആണ്, അത് ഞാൻ പറഞ്ഞു, ഞാൻ അത് അറിഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ നുണ പറഞ്ഞു, കള്ളം പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. നടക്കാത്ത കാര്യമാണെന്ന് എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ എന്തിനാ അവരെ കുറ്റപ്പെടുത്തുന്നത്? എന്തെങ്കിലും എന്താ പറയുക, ഞാൻ ആ പോസ്റ്റ് കണ്ടില്ല, സത്യം. അന്ന് അവിടെ വെച്ച് തൃപ്രയാർ വെച്ച് പറഞ്ഞപ്പോഴാണ് ഞാനും ഞെട്ടിപ്പോയത്. അത് ഞാൻ കേട്ടില്ല. ഞാൻ അന്നാണ് തൃപ്രയാർ വെച്ചാണ് ഞാനിങ്ങനെ ഞെട്ടിയിട്ട്. അപ്പം ഞാൻ തമാശ പറയായിരുന്നു. സർജറി ചെയ്യുന്നതിന് തലേന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും കരിഷ്മ വഴി ഞാൻ കോണ്ടാക്ട് ചെയ്തു, എനിക്കെല്ലാം അറിയാം. ഞാൻ ജാസിയെ നേരിട്ട് വിളിച്ചില്ല, കരിഷ്മ ചെന്ന് സംസാരിക്കാറുണ്ട്. അതിപ്പോൾ എത്ര ഫ്രണ്ട്സാണ് 5 മിനിറ്റ്